ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഐ എം സോ ടയേർഡാണ്. പക്ഷേ എനിക്കിന്നൊരു സർപ്രൈസ് ആയിട്ട് പാഴ്സൽ വന്നിട്ടുണ്ട്. ഇത് എവിടുന്നാ എന്താണെന്നൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. സോ നമുക്കിത് പൊട്ടിച്ച് നോക്കിയത് എനിക്ക് പാഴ്സലാണെന്ന് മാത്രം എനിക്കറിയാം. പക്ഷേ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇതെന്താ നമുക്കറിയത്തില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാം ഗായ്സ്. അല്ല ബോംബൊക്കെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ വർക്ക്സ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പോൾ ഇത് തുറന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, സംതിങ് സ്പെഷ്യൽ. ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ പ്രൈസൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ തള്ളി. എനിക്ക് ആരാ പോലും ഇത്ര വലിയ ഗിഫ്റ്റ് തരുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ കമ്പനി പേരും കൂടെ കണ്ടപ്പം ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡിൻ്റെ ഒരു സാധനമാണ് എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇത് ഒരു ഫോസിലിൻ്റെ ഒരു വാച്ചാണ്. എനിക്കത് കണ്ടപ്പോൾ ഞാൻ എത്ര ഹാപ്പിയാണെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാണ്ട് പറ്റുന്നില്ല ഗൈസ്. കാരണം എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ വല്ല ഓർഡർ ചെയ്തിട്ടുണ്ടോ? പക്ഷേ അമ്മ ഇത്ര പൈസയൊന്നും എനിക്ക് മേടിച്ചു തരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മയായിരിക്കത്തില്ല. ഞാൻ എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, ഇത് ആരെനിക്ക് ഓർഡർ ചെയ്തതെന്ന്. അമ്മ അപ്പോൾ പറഞ്ഞു, പറയാൻ സമയമായിട്ടില്ല, നിനക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിട്ട് കണ്ണൊക്കെ മഞ്ഞളിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ ഹാപ്പി ആയിരുന്നു ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ. അപ്പോൾ ഗൈസ്, ഗിഫ്റ്റ് വെച്ച് വേറെ ഒന്നുമല്ല, ഫോസിലൊരു അടിപൊളി വാച്ചാണ്. ഐ എം സോ ഹാപ്പി. ഇതിപ്പോൾ ആരാ തന്നതെന്ന് അമ്മ ഇപ്പോൾ എന്നോട് റിവീൽ ചെയ്തു. എനിക്കെൻ്റെ ചേട്ടായും ചേച്ചിയും മേടിച്ചു തന്നാണ് ഗൈസ്. ഐ എം സോ ഹാപ്പി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ അവരെനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആൻഡ് ഇത് എൻ്റെ റിസൾട്ട് അറിഞ്ഞാൽ അവരെനിക്ക് തന്ന ഗിഫ്റ്റാണ് ഗൈസ്. ആൻഡ് ഐ എം സോ ഹാപ്പി. എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. ലൈക്ക് ഫോസിലിൻ്റെ വാച്ച് ഞാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി ഗൈസ്. ആൻഡ് ഇതിന് കയ്യിലിടണം, എനിക്ക് വയ്യ. അപ്പോൾ മോനിച്ചേട്ടയും ചേച്ചി മേടിച്ച് തന്ന ഈ ഗിഫ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കതറിയത്തില്ല ഞാനത് എങ്ങനെയാണ് അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും കൈ കിട്ടിയ സാധനം നമുക്ക് അപ്പോഴേ അത് പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിലിടണമല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം പ്രതി സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും എന്നതാണെങ്കിലും എനിക്ക് അപ്പം തന്നെ എൻ്റെ മേത്ത് ഇട്ട് നോക്കണം, എങ്കിലും എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരോട് എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. താങ്ക് യു എന്നതിലുപരി എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷവതിയാണ്. ഇവരെനിക്ക് മേടിച്ചിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 4th ഇയർ റിസൾട്ട് ആയിരുന്നു. അപ്പം സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാണ്ട് നമ്മൾ പാസ്സായി. അങ്ങനെ 4 കൊല്ലം കൊണ്ട് നമ്മൾ നമ്മുടെ നേഴ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവരെനിക്ക് മേടിച്ചു തന്നാണ്. പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് ഈ ഗിഫ്റ്റ് ഇല്ല എന്നൊക്കെ. പക്ഷേ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഐ നെവർ എവർ ഞാൻ ചിന്തിച്ചിട്ട് കൂടെയില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസായി കിട്ടിയപ്പോൾ എനിക്ക് എന്നാ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല.